നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പമ്പയിൽ കാലുകുത്തിയത് മുതൽ പിണറായിക്ക് കാലക്കേട്. ആഗോള അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പൻ ഞങ്ങളുടെ കൂടെ എന്ന് തെളിയിക്കാൻ കളിച്ച കളിയെല്ലാം 16ന്റെ പണിയായിട്ട് പിണറായിക്ക് മൂട്ടിൽ പൊട്ടുന്നു. കല്ലും മുള്ളും കാലുക്ക് മെത്തയെന്ന് പാടിയാണ് അയ്യപ്പ ഭക്തർ മല കയറുന്നത്. അവിടെയാണ് പമ്പയിൽ ജർമ്മൻ സ്റ്റൈൽ സ്റ്റേജ് ഇട്ട് ലക്ഷങ്ങളുടെ കട്ടിലും മെത്തയും വരെ മേടിച്ചിട്ട് പിണറായി ആഡംബരം കാണിച്ചത്. എന്നിട്ട് പേരോ ആഗോള അയ്യപ്പ സംഗമം. അന്ന് തുടങ്ങിയ മനസമാധാനക്കേടാണ് പിണറായിക്ക്. അയ്യപ്പ സംഗമം നടത്തി തിരിച്ച് ക്ലിഫ് ഹൗസിൽ കാല് കുത്തിയില്ല, പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ള ചീറ്റി പുറത്തേക്ക്. അതും കഴിഞ്ഞ് മകന് ED നോട്ടീസ് അയച്ചത് പുറത്തായി. മകളുടെ മാസപ്പടി കേസിൽ ED നീക്കം. ഡൽഹി കോടതി കേസ് വാദത്തിനെടുത്തു. തലപിളരുന്ന അടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടി. 8 നിലയിൽ പൊട്ടി. ഇപ്പോൾ അണ്ണാക്കിലെ പിരിവെട്ടുന്ന അടുത്ത പണി. ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടന്ന ധൂർത്തിന്റെ സകലമാന കള്ളക്കളികളും പുറത്ത്. ഉഡായിപ്പ് സംഗമത്തിലെ തിരിമറികൾ കോടതി കയറിയതോടെ മുട്ടിടിച്ച് പിണറായി. അയ്യപ്പ സംഗമത്തിനായി ദേവസ്വം ബോർഡ് പണം മുടക്കരുതെന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ 2 കോടിയോളം രൂപ അഡ്വാൻസായി നൽകിയത്. സ്വർണ്ണക്കൊള്ളയിൽ കലി കയറി നിൽക്കുന്ന കോടതി ഈ വിഷയം കൂടി അറിഞ്ഞതോടെ പൊട്ടിത്തെറിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമമാണോ അതോ സുഖവാസ സംഗമമാണോ പിണറായി പമ്പയിൽ നടത്തിയത്? അയ്യപ്പനേക്കാൾ വലിയ ദൈവം എന്ന മട്ടിലായിരുന്നു പമ്പയിൽ പിണറായിയുടെ അഹങ്കാരം. തത്വമസി അത് നീയാകുന്നുവെന്ന് അയ്യപ്പൻ പറഞ്ഞത് ഭക്തനും ഞാനും ഒന്നാണെന്ന സന്ദേശത്തിലാണ്. പക്ഷേ പിണറായി ധാർഷ്ട്യത്തിൽ അതെ അത് ഞാനാകുന്നു എന്ന ധിക്കാരത്തിലാക്കി. വ്രതമെടുത്ത് ഏറ്റവും ഭക്തിയോടെ എളിമയോടെയാണ് ഉള്ളവനും ഇല്ലാത്തവനുമൊക്കെ മലയിലെത്തി അയ്യപ്പനെ കാണാനെത്തുന്നത്. അവിടെയാണ് പിണറായി ഞാൻ എന്ന ഭാവം കൊണ്ട് പമ്പയിലെത്തി ആഗോള ഉഡായിപ്പ് സംഗമം നടത്തിയത്. അതിനുള്ള പണി ഇപ്പോൾ അയ്യപ്പൻ തന്നെ തുടരെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ പിണറായി ധൂർത്ത് നടത്തിയ വിവരം പുറത്തു വന്നതോടെ ജനരോഷം ആളിക്കത്തുകയാണ്. ശബരിമലയെ നിരന്തരം കളങ്കപ്പെടുത്തുകയാണ് ഈ ഭരണകൂടമെന്ന് വിശ്വാസികൾ പൊട്ടിത്തെറിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ശബരിമലയിൽ നിന്ന് അടുത്ത അടിയാണ് പിണറായി ഭരണകൂടത്തിനും CPM-നും കിട്ടിയിരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ കോടികളുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നു. സ്പോൺസർമാരുടെ കയ്യിൽ നിന്ന് കോടികൾ കിട്ടി, അത് മുഴുവൻ ഇവർ പൂഴ്ത്തിയിട്ടുണ്ട്. എന്നിട്ട് വൻ ബാധ്യതയാണ് ഈ പരിപാടിയുടെ പേരിൽ ദേവസ്വം ബോർഡിനും സർക്കാരിന്റെ ഖജനാവിനും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അടിമുടി ധൂർത്ത് നടന്നതിന്റെ തെളിവായി മാറുകയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട്. മൊത്തം 10.9 കോടി രൂപ സംഗമത്തിന് ചെലവായെന്ന് ഇതിൽ വ്യക്തമാകുന്നു. അതായത് 11 കോടി. ദേവസ്വം ബോർഡിന്റെ ജനറൽ ഫണ്ടിൽ നിന്ന് 5 കോടി രൂപ എടുക്കുകയും അതിൽ 3 കോടി രൂപ തിരിച്ചടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയ 2.64 കോടിയും ദേവസ്വം ഫണ്ടിൽ നിന്നുള്ള 2 കോടിയും ബാങ്ക് പലിശയും ചേർത്ത് 6.64 കോടി രൂപയാണ് ഇതുവരെ കൊടുത്തു തീർക്കാനായത്. 4.35 കോടി രൂപ ഇനിയും കൊടുക്കാനുണ്ട്. ബജറ്റിൽ നിശ്ചയിച്ചതിലും ഉയർന്ന നിരക്കിലാണ് മിക്കതും ചെലവായിട്ടുള്ളതെന്നും റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു. ഉപഹാരമായി നൽകിയ അയ്യപ്പ വിഗ്രഹങ്ങൾ വാങ്ങിയതിന്റെ ബില്ലുകൾ കൃത്യമല്ലെന്നാണ് വിവരം. പല സാധനങ്ങളും വാങ്ങിയതിന്റെ ബില്ലുകളില്ല. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ നൽകിയ കരാറിൽ 10% അധിക തുക അനുവദിക്കാനുള്ള വ്യവസ്ഥയുണ്ടായിരുന്നു. സംഗമം ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി തലേ ദിവസം പമ്പയിലെത്തിയിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി 1 ലക്ഷം രൂപയുടെ കട്ടിലും മെത്തയുമാണ് വാങ്ങിയത്. ഇതിപ്പോൾ ദേവസ്വം മരാമത്ത് ഓഫീസിലുണ്ട്. 4000 ലിറ്ററിന്റെ വാട്ടർ ടാങ്കും അനുബന്ധ ടാപ്പുകളും സ്ഥാപിക്കാൻ 4.8 ലക്ഷം രൂപ ചെലവായതായും കാണിച്ചിരിക്കുന്നു. എന്നാൽ വാങ്ങിയ സാധനങ്ങൾ സ്വത്ത് വകയായി കാണിച്ചതിൽ ഈ വാട്ടർ ടാങ്ക് കാണുന്നില്ല. അതായത് വാങ്ങിയിട്ടില്ലെന്ന്. ആ പൈസ അങ്ങ് മുക്കി. പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തെ ചൊല്ലിയുണ്ടായ കോടികളുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരും CPM-ഉം ഇപ്പോൾ നേരിട്ട് രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അതായത് കോടതി ഭയം തുടങ്ങിയിരിക്കുന്നു. വിവാദമായ കരാറുകളിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ സഹസ്ഥാപനമായ IIICക്ക് ഇനി നൽകാനുള്ള തുക വേണ്ടെന്ന് വെപ്പിക്കാനാണ് രാഷ്ട്രീയ ധാരണ. ഇതോടെ ദേവസ്വം ബോർഡിന്റെ പൊതു ഫണ്ടിൽ നിന്നുള്ള വൻ ചോർച്ച ഒഴിവാക്കാനാകും, ഖജനാവിന് നഷ്ടമുണ്ടാകില്ല എന്നും ഉറപ്പാക്കാനാണ് നീക്കം. അതായത് ദേവസ്വം ബോർഡിൽ നിന്ന് ഫണ്ട് എടുത്തത് കോടതി ചോദ്യം ചെയ്യും. ആ പേടിയിലാണ് ഇപ്പോൾ സർക്കാരിന്റെ തിരക്കിട്ടുള്ള നീക്കം. വിവാദം കോടതിയുടെ കടുത്ത പരാമർശങ്ങളിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിലാണ് CPM
നേതൃത്വം ഇടപെട്ട് ഊരാളുങ്കലുമായി സംസാരിച്ച് വിട്ടുവീഴ്ചയ്ക്ക് വഴിയൊരുക്കുന്നത്. ടെൻഡർ ഇല്ലാതെ പന്തൽ നിർമ്മാണം അടക്കമുള്ള കരാറുകൾ നൽകിയതിലും 10% അധിക തുക അനുവദിച്ചതിലും ഗുരുതരമായ വീഴ്ചയുണ്ടായെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഊരാളുങ്കലിന് മാത്രം 4.04 കോടി രൂപ കൂടി നൽകാനുണ്ടെന്നായിരുന്നു ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ടായിരുന്നത്. എന്നാൽ ബില്ലുകളിലും GST രേഖകളിലും സുതാര്യതയില്ലാത്തതിനാൽ ഈ തുക നൽകുന്നത് ബോർഡിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ഈ സാഹചര്യത്തിലാണ് ബാക്കി തുക എഴുതിത്തള്ളാൻ ഊരാളുങ്കലിനോട് ആവശ്യപ്പെടുന്നത്. ഇതോടെ കണക്കുകൾ സെറ്റിൽ ചെയ്യാനാകും, കോടതിയിലെ തിരിച്ചടി ഒഴിവാക്കാനും ബോർഡിന് സാധിക്കും. എന്നാൽ ഈ വിഷയം മുഴുവൻ കോടതിയുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് കൊണ്ട് ദേവസ്വം ബോർഡിൽ നിന്ന് പണമെടുത്തതിൽ ഉള്ള ചോദ്യം എന്തായാലും കോടതിയിൽ നിന്ന് ഉണ്ടാകും. ഹോട്ടൽ ബുക്കിംഗിലും ഭക്ഷണത്തിന്റെ കണക്കിലും ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നതായും ഓഡിറ്റിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെയും ദേവസ്വം പ്രസിഡന്റിന്റെയും പേരുള്ള ബില്ലുകൾ പലതും ദുരൂഹത ഉണ്ടാക്കുന്നവയാണ്. സർക്കാർ തലത്തിൽ ഉണ്ടാക്കിയ പുതിയ ധാരണയനുസരിച്ച് സ്പോൺസർഷിപ്പ് തുക കൃത്യമായി ബോർഡിന് ലഭ്യമാക്കാനും ഊരാളുങ്കലിന് നൽകാനുള്ള ബാക്കി തുക റദ്ദാക്കാനുമാണ് തീരുമാനം. ഇതോടെ വിവാദങ്ങളുടെ മുനയൊടിക്കാനാകുമെന്നും ഭരണഘടനാ സ്ഥാപനമായ ദേവസ്വം ബോർഡിനെ നാണക്കേടിൽ നിന്ന് രക്ഷിക്കാം എന്നുമാണ് CPM കരുതുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്ത കണക്കുകൾ സംബന്ധിച്ച് ഫെബ്രുവരി 7-ന് ദേവസ്വം ബോർഡ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിനായി ദേവസ്വം ബോർഡ് പണം മുടക്കരുതെന്ന് കോടതി നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ റിലീജിയസ് കൺവെൻഷൻ നടത്താനുള്ള ഫണ്ടിൽ നിന്ന് അഡ്വാൻസായി പണം നൽകിയെന്നും സ്പോൺസർഷിപ്പ് തുക കിട്ടിയപ്പോൾ തിരികെ നിക്ഷേപിച്ചു എന്നുമാണ് ദേവസ്വം മന്ത്രി VN വാസവൻ നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് മുട്ടാപ്പോക്ക് ന്യായമാണ് പറഞ്ഞിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ 2 കോടിയുടെ പൊതുഫണ്ട് ഇതുവരെ തിരിച്ചു കിട്ടിയില്ലെന്നാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് മന്ത്രി പറയുന്നതൊന്നും സ്പെഷ്യൽ കമ്മീഷണർ പറയുന്നത് മറ്റൊന്നും. അതായത് മന്ത്രി കള്ളം പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡിലേക്ക് എടുത്ത തുക തിരിച്ചടയ്ക്കാനുള്ള നീക്കം നടന്നിരിക്കുന്നത്. അതും ഊരാളുങ്കൽ സൊസൈറ്റിയുമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയതിനു ശേഷമാണ്. പച്ചക്കള്ളമാണ് വാസവൻ പക്ഷേ നിയമസഭയിൽ പറഞ്ഞത്. ധനപരമായ സുതാര്യത പുലർത്തി വേണം പരിപാടി നടത്താനെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടും അത് ലംഘിക്കുന്ന തരത്തിലുള്ള വീഴ്ചകളാണ് നടന്നിരിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പച്ചയ്ക്ക് പറയുന്നു. ഊരാളുങ്കലിന്റെ സഹസ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന കമ്പനിക്ക് പന്തൽ നിർമ്മാണമടക്കം കരാർ നൽകിയത് ടെൻഡറുകൾ ഇല്ലാതെയാണ് എന്നുള്ളതും 10% അധിക തുക നൽകിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുമ്പോൾ ഇതെല്ലാം കോടതി ചോദ്യം ചെയ്യും എന്നുള്ളത് കൃത്യമായ കാര്യമാണ്. ഇതിനിടെ മറ്റൊരു കാര്യവും കൂടി നടന്നിട്ടുണ്ട്. പച്ചക്കള്ളമാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ പലതിലും നടന്നിരിക്കുന്നത്. സൈബർ സഖാക്കളുടെ കണ്ണിലെ കരടും കേരളത്തെ ഹൈന്ദവവൽക്കരിക്കുന്നു എന്ന് ആരോപിക്കപ്പെടുകയും ചെയ്യുന്ന നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ പമ്പയിൽ നടന്നത് വൻ തട്ടിപ്പാണ് എന്നുള്ളതിന്റെ സൂചനയും പുറത്തുവരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 20-ന് പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിലാണ് ഭക്തിയുടെ മറവിൽ ലക്ഷങ്ങളുടെ വെട്ടിപ്പ് നടന്നതായി ആരോപണം ഉയരുന്നത്. സംഗമത്തിന് എത്താതിരുന്ന നന്ദഗോവിന്ദം ഭജൻസ് പേരിൽ 8 ലക്ഷം രൂപയുടെ ബില്ല് എഴുതി മാറ്റിയ ദേവസ്വം ബോർഡിന്റെ നടപടി ഭക്തലക്ഷങ്ങളെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ നന്ദഗോവിന്ദം ഭജൻസ് പരിപാടി അവതരിപ്പിച്ചിട്ടില്ലെന്ന് സംഘാടകർ തന്നെ വ്യക്തമാക്കുമ്പോഴാണ് ഈ തട്ടിപ്പ് പുറത്തുവരുന്നത്. അന്ന് രാവിലെ ഭക്തിഗാന സദസ്സ് നടത്തിയത് ഗായകൻ ഇഷാൻ ദേവും സംഘവുമായിരുന്നു. എന്നാൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിൽ തുക കൈപ്പറ്റിയതായി കാണിച്ചിരിക്കുന്നത് നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരാണ്. 2 ലക്ഷം രൂപ മാത്രം ബജറ്റ് നിശ്ചയിച്ചിരുന്ന കലാപരിപാടിക്ക് എങ്ങനെ 8 ലക്ഷത്തിന്റെ ബില്ല് വന്നു എന്നത് ദുരൂഹമാണ്. പമ്പയിലോ സന്നിധാനത്തോ തങ്ങൾ ഇതുവരെ പരിപാടി അവതരിപ്പിച്ചിട്ടില്ലെന്ന് നന്ദഗോവിന്ദം ഭജൻസ് പ്രവർത്തകർ തന്നെ തുറന്നു പറഞ്ഞതോടെ ദേവസ്വം ബോർഡ് ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. സൗജന്യമായി പാടിയ വിജയ് യേശുദാസിനെയും വീരമണി രാജുവിനെയും പോലുള്ള പ്രമുഖരുടെ കണക്കുകൾ റിപ്പോർട്ടിൽ ഇല്ലാത്തപ്പോൾ വരാത്തവർക്ക് 8 ലക്ഷം നൽകിയെന്ന കണക്ക് അവിശ്വസനീയമാണ്. സ്വകാര്യ ഏജൻസിയെ കൊണ്ട് ദേവസ്വം ബോർഡ് ചെയ്യിച്ച ഓഡിറ്റിംഗിലെ ഈ ക്രമക്കേടുകൾ ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഫെബ്രുവരി 27-നകം ഈ വിഷയത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് V ജയകുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അയ്യപ്പ നാമത്തിന്റെ മറവിൽ നടന്ന ഈ തീവെട്ടിക്കൊള്ളയ്ക്ക് പിന്നിലെ യഥാർത്ഥ ഗുണഭോക്താക്കളെ കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. അടിമുടി ധൂർത്ത് നടന്നതിന്റെ തെളിവായി മാറുകയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട്.
വലിയ കൊള്ള ഈ അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നടന്നിരിക്കുന്നു. ആ വേദിയിൽ വെച്ച്, പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ വെച്ച് പിണറായി വിജയൻ പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ടായിരുന്നു: ശബരിമലയിലെ വിശ്വാസം സംരക്ഷിക്കുമെന്ന്. അത് പറയാൻ അവിടെ നടത്തിയ പരിപാടിയിൽ പോലും വലിയ കള്ളത്തരങ്ങളാണ് നടന്നിരിക്കുന്നത്. എന്ത് വിലയുണ്ട് ഈ മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക്? തുടരെ അയ്യപ്പ ഭക്തരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേയധികം പ്രമുഖരെ ശബരിമല സന്നിധാനത്ത്, അതായത് പമ്പയിൽ കൊണ്ടുവന്ന് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തി കഴിഞ്ഞാൽ അത് വിശ്വാസ സംഗമമാകില്ല. വിശ്വാസ സംഗമമാകണമെങ്കിൽ അവിടെ യഥാർത്ഥ അയ്യപ്പ വിശ്വാസികളെ കൊണ്ടുവരണമായിരുന്നു. ഇത് സർക്കാരിൻ്റെ പൗരപ്രമുഖർക്ക് വേണ്ടിയുള്ള വെറും ഒരു തട്ടിക്കൂട്ട് പരിപാടി. പക്ഷേ ഈ തട്ടിക്കൂട്ട് പരിപാടിക്ക് കോടികളാണ് ഒരു വഴിക്കൂടെ പലരും അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുന്നത്. ഇതൊന്നും അറിയില്ല എന്ന് പിണറായി ഇനി കൈമലർത്തരുത്. കാരണം ഈ പരിപാടി അവിടെ സംഘടിപ്പിച്ചതും ആ വേദിയിൽ പോയി നിന്ന് ഗീർവാണം അടിച്ചതും പിണറായി വിജയനാണ്. സ്റ്റേറ്റ് കാറിലൊക്കെ ആയിരുന്നല്ലോ വെള്ളാപ്പള്ളി നടേശനെയൊക്കെ കൊണ്ട് ഇറക്കിയത്. എന്നിട്ട് NSSും SNDPയും തൻ്റെ പോക്കറ്റിലാണെന്ന് കാണിക്കാനുള്ള കളിയും നടന്നു. പക്ഷേ ഈ അയ്യപ്പ സംഗമം നടത്തിയതിന് ശേഷമാണ് പിണറായിക്ക് അയ്യപ്പ കോപം കൂടിയത് എന്നാണ് വിശ്വാസികൾ പറയുന്നത്. തുടരെ പിണറായിക്ക് പണികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഉറക്കമില്ല പിണറായിക്ക് ശബരിമല വിഷയത്തിൽ. ഇപ്പോൾ ഒരു വഴിക്കൂടെ ശബരിമല സ്വർണ്ണക്കൊള്ള പാർട്ടിയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. തല പിളരുന്ന അടിയാണ് കിട്ടിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ നേരിട്ട് കാണാൻ പോകാൻ പോലും ഭയക്കുകയാണ് ഓരോ CPMകാരനും. ഒരു വഴിക്കൂടെ ആ അടി കിട്ടി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നടന്നിരിക്കുന്ന തീവെട്ടിക്കൊള്ളയുടെ വിവരങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഒരു തരത്തിലും പിണറായിയുടെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് വിശ്വാസികൾ തന്നെ പച്ചയ്ക്ക് പറയുകയാണ്. ഒന്ന് ഓർത്തു നോക്കണം, ഒരു പരിപാടിക്ക് അവിടെ പോയതിന് പിണറായിയുടെ കട്ടിലിനും മെത്തയ്ക്കും വരെ 1 ലക്ഷം രൂപയാണ് എഴുതിയിട്ടിരിക്കുന്നത് റിപ്പോർട്ടിനകത്ത്. എന്തായാലും കൊള്ളാം. പിണറായിക്ക് ഇനി ശബരിമല കാരണം ഇരിക്കപ്പുറതിയില്ലാത്ത അവസ്ഥയാണ്. അയ്യപ്പൻ പണികൾ ഒന്നൊന്നായി പിണറായിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.